ഗുഡ് മോർണിംഗ് ഫാമിലി. ജസ്റ്റ് എണീറ്റേ ഉള്ളൂ. ആൻഡ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എല്ലാവർക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് എല്ലാവർക്കും പനിയും കോൾഡും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് ബേസിക്കലി ഒരു മോർണിംഗ് കോൾഡ് ഉള്ള ആളാണ് എപ്പോഴല്ല മോർണിംഗ്സിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ചെയ്യാറുള്ള കൊച്ചു കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് ഡോക്ടേഴ്സ് പ്രൂവൺ മെത്തേഡൊന്നും അല്ല കേട്ടോ, എനിക്ക് ഇത് വർക്ക് ആവാറുണ്ട്. ആൻഡ് ഇന്നലെ 2-3 ദിവസമായിട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര മ്യൂക്കസും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെയാണ് നടക്കുന്ന സീൻ. അപ്പം 2-3 ദിവസമായിട്ട് ഞാൻ വിചാരിക്കണു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ എന്താ ചെയ്യാറുള്ളതെന്ന് കാണിച്ചു തരാം. കോൾഡ് വരുമ്പോൾ ഉള്ള കുട്ടി റൂട്ടീൻ. ഓക്കെ, പ്ലീസ് കമോൺ. ഈ കോൾഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒന്ന് കാണിച്ച് നടക്കലാണ്. ആൻഡ് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് രാവിലെ കെട്ടി വെച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് വേണം എൻ്റെ റൂട്ടീനിലേക്ക് കിടക്കാൻ. ആൻഡ് ഇതെല്ലാവരും എൻ്റെ വരെ കാണണം. അപ്പോൾ അവസാനം ഒരു അടിപൊളി റെമഡി ഉണ്ട്. ശരിക്കും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് അതാണ്. എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ചൂടുവെള്ളം. ഓക്കെ, തിളച്ച വെള്ളം അല്ലെ ചൂടുവെള്ളം. പേടിക്കില്ല, സൺലൈറ്റിൻ്റെതായ സംഭവങ്ങളാണ്. അപ്പം അയ്യോ നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പോൾ ഇന്നെനിക്ക് റിംഗ് ലൈറ്റ് വെച്ച് തന്നിരിക്കുന്നത് സൂര്യനാണ്. അപ്പോൾ ഞാൻ ആദ്യം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഫസ്റ്റ് അങ്ങോട്ടൊന്നും അധികം നോക്കേണ്ടത് ഞാൻ പറഞ്ഞ എൻ്റെ വർക്ക് സ്പേസ് അപ്പോൾ ഇച്ചിരി വൃത്തികേടായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കോൾഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആദ്യം ചെയ്യുന്നൊരു റൂട്ടീൻ എന്ന് പറയുന്നത് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ചൂടുവെള്ളത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. സ്പെഷ്യലി നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക് ഓഫ് ദി ഡേ, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിലേക്ക് ആദ്യം പോകുന്നത് ചൂടുവെള്ളമാകുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ മെറ്റബോളിസം കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഓർഗൻസിനൊക്കെ ഭയങ്കര ഒരു സൂതിങ്, ഗട്ടിന് ഭയങ്കര ഒരു സൂതിങ് ഒരു പരിപാടിയാണ്. അപ്പം ആദ്യം തന്നെ ഇനിയിപ്പോൾ കോൾഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റൂട്ടീൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കുടിക്കാം കേട്ടോ. മുഖമൊക്കെ കഴുകുന്നുള്ളൂ. ഞാൻ ആക്ച്വലി എണീറ്റ് എന്തെങ്കിലും കോൾഡ് മാറുന്ന കുറച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഐ ജസ്റ്റ് സ്റ്റാർട്ട് ഷൂട്ടിംഗ് ദ വീഡിയോ. അതുകൊണ്ട് തന്നെ കാണാൻ എന്തോ പോലെ ഉണ്ടല്ലേ, ലേറ്റായിട്ടും അവിടെ കിടന്നത്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, കുറച്ചുകൂടി മേനൊക്കെ ഉണ്ട് എന്നെ കാണാൻ. അപ്പോൾ ഇതിന് 3 സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. ഗാർലിക്, ഒരു സ്പൂൺ, ഇച്ചിരി തേൻ. ഇത് ഇങ്ങനെയല്ലാതെ ഒരുപാട് വേറെ മെത്തേഡ്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതികളിൽ ചെയ്യുന്ന പല വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്ക് എഫക്റ്റീവായിട്ടുള്ള ഇതാണ്. ആൻഡ് ഗാർലിക് അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമായിരിക്കില്ല. ചിലരുടെയൊക്കെ കൾച്ചറിൽ തന്നെ അത് പാടില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ഗാർലിക്കിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾക്ക് ഇഞ്ചിയോ ഒക്കെ യൂസ് ചെയ്യാം. എനിക്ക് ഗാർലിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അതങ്ങനെ പറയുന്നതല്ല. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ മീലിൻ്റെ മുമ്പും ഗാർലിക്ക് വളരെ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും, ഇപ്പോൾ പുറത്തു പോകുന്ന സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഹോട്ടലിൽ ചോദിക്കും എനിക്ക് കുറച്ച് ചോപ്പ് ഗാർലിക് തരുമെന്ന് വെച്ചിട്ട് ഗാർലിക് കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റിനോടോ ഗാർലിക്കിൻ്റെ മണത്തിനോടോ ഗാർലിക്കിനോടോ ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ്. സോ യു ക്യാൻ വെള്ളം പോയി കുഴപ്പമില്ല, 2 മതി. യു ക്യാൻ ആക്ച്വലി ചോപ്പ് ഇറ്റ് ഓർ കീപ്പ് ഇറ്റ് ആസ് ഇറ്റ് ഇസ് ആൻഡ് ദെൻ പുട്ട് സം ഹണി ഓൺ ഇറ്റ്. ആൻഡ് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. അപ്പം ഇത് ഈ ഗാർലിക്കും ഹണിയിൽ ഗാർലിക്ക് ഇട്ട് വെച്ച് കഴിക്കുന്ന കുറേ പരിപാടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല. പക്ഷേ ബേസിക്കലി ഇൻഡിവിജ്വലി ഹണി ആണെങ്കിലും ഗാർലിക് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഇത് നമ്മുടെ മെയിൻ പരിപാടി. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, മെയിൻ ക്യാരക്ടേഴ്സ് അല്ല, ഇതൊക്കെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സാണ്. മെയിൻ ക്യാരക്ടറിലേക്ക് നമുക്കിപ്പോൾ കിടക്കാം. ഞാൻ പറയും കുറച്ച് ദിവസമായിട്ട് ഞാൻ സിക്കായിരുന്നത് കൊണ്ടാണ് ഇന്നെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ മെയിൻ ക്യാരക്ടർ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ശരിക്കും ആക്ച്വൽ ലൈഫ് ചേഞ്ചർ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചർ ആയിട്ട് ഉള്ള സംഭവം ഇതാണ്.
ഇത് ചെയ്താലാണ് കാര്യം. ഇത് ആക്ച്വലി എൻ്റെ അതാ ബ്യൂറർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്റ്റീം മെഷീനാണ്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് നന്നായിട്ട് സ്റ്റീം പിടിക്കുക. ഓക്കെ, സ്റ്റീം ചെയ്യുമ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് വിഷയങ്ങളുണ്ട്. നമ്മൾ കുറച്ച് കോൾഡൊക്കെ ആയിരുന്നു, കുറച്ച് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ നിലത്ത് വയ്ക്കില്ല, എനിക്ക് പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ഇതുള്ളതെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് അതങ്ങ് ഇളകും. പക്ഷെ അങ്ങനെ പോകണം എന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇറ്റ് ഹാസ് ടു റിയലി അങ്ങനെ അങ്ങ് പോകണം. അപ്പോൾ കുറച്ചധികം നേരം നന്നായിട്ട് സ്റ്റീം പിടിക്കാം. സ്റ്റീമും കൂടെ പിടിച്ച് സെറ്റായി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊന്ന് സ്റ്റീം ചെയ്യട്ടെ. സ്റ്റീം ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അപ്പോൾ സ്റ്റീമൊക്കെ പിടിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകി വന്ന മ്യൂക്കസൊക്കെ നമ്മൾ ഇത് കളഞ്ഞു. കുറച്ച് ഒന്ന് ഫ്രഷായി. അപ്പോൾ അങ്ങനെ ഫ്രഷായി. പക്ഷേ ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഇതിനകത്ത് ഏറ്റവും എഫക്റ്റീവും ഏറ്റവും ഈസിയുമായിട്ടുള്ളൊരു സ്റ്റെപ്പ്. കണ്ടുനോക്കിക്കോളൂ. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കോൾഡൊന്നും മാറിയില്ല എന്നുണ്ടെങ്കിൽ കാണിച്ചാൽ എന്താ ചെയ്യേണ്ടത്. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത ഇങ്ങനെ കിടന്നുറങ്ങുക കേട്ടോ. വേറെ ഒന്നും ചെയ്യല്ല. അയ്യാ, സോ ബേസിക്കലി എന്നെ ഞാൻ കാണിച്ചത് അല്ല കേട്ടോ, ഇത് 1 and only മെത്തേഡ് അങ്ങനെയൊന്നും അല്ല. പക്ഷെ കോൾഡ് പെട്ടെന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മാറാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന കുറേ പരിപാടികളൊന്നാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ തൊട്ട് നമ്മൾ കമ്മിറ്റ്മെൻറ്റ്സ് മാറ്റി വെച്ചുകൊണ്ട് ഒന്നിലും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സി ഇപ്പം തന്നെ എൻ്റെ ശബ്ദത്തിന് ഭയങ്കര വ്യത്യാസമില്ലേ. തുടങ്ങിയപ്പോൾ മേന്നായിരുന്നു, അല്ലെങ്കിൽ മേന്നാണ്, എന്നാലും ഇപ്പോൾ ഈ ക്വിക്ക് വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളത്. പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തുകൊണ്ട് കുറച്ച് ഒലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് നേരത്തേക്ക്. അപ്പം ഐഡിയലി നമ്മൾ എണീറ്റിട്ട് നേരത്തെ ഉള്ള ടൈമിൽ തന്നെ ഇതൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ത്രൂ ഔട്ട് ദി ഡേക്ക് സെറ്റായിരിക്കും. അപ്പോൾ ഡോക്ടർ അഭിരാമിയുടെ കോൾഡ് വരുമ്പോഴുള്ള റൂട്ടീൻ ഇതാണ്. ഇതല്ല, പല ദിവസം പല റൂട്ടീനുണ്ട്. ഇന്ന് എനിക്ക് തോന്നിയ റൂട്ടീൻ ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്, എല്ലാവരും സ്റ്റേ ഹെൽത്തി. മഴ സീൻസ് വലിയ വിഷയമാണ്, കോവിഡൊക്കെ വലിയ വിഷയമാണ്. എനിക്ക് ബൈനാവും എനിക്ക് തോന്നുന്നു ഒരു 5-6 കോവിഡ് വന്നുപോയിട്ടുണ്ട്. എന്നുവെച്ചാൽ ചുമ്മാ വന്നു പോയെന്ന് പറയണമല്ല, ടെസ്റ്റഡ് ആയിട്ട്. ആക്ച്വലി നമ്മുടെ അച്ഛ മരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കോവിഡ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. കൊച്ചുമക്കളെയും വാവകളെയൊക്കെ സൂക്ഷിക്കുക. വേറെ ഒന്നും പറയാനില്ല. Until I see you all next time, it's me, Ami, signing out. Bye. I love you. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.